തിരികെ ബ്രേക്കിംഗ് ന്യൂസിലേക്ക്. പേരാമ്പ്ര സംഘർഷം അത് പോലീസിന്റെ ആസൂത്രിത ആക്രമണമാണ് നടന്നത്, സംഘർഷമുണ്ടാക്കിയത് പോലീസാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചില ദൃശ്യങ്ങൾ ഉൾപ്പെടെ കാണിച്ചുകൊണ്ട് ഷാഫി പറമ്പിൽ MP വിശദീകരിക്കുകയായിരുന്നു. തനിക്ക് തലയ്ക്കും മൂക്കിലും പരുക്കേറ്റു, അത് രണ്ടും ഒരേ ഉദ്യോഗസ്ഥൻ തന്നെയാണ് അടിച്ചത്. ഗ്രനേഡ് കയ്യിൽ പിടിച്ചുകൊണ്ടുള്ള ഉദ്യോഗസ്ഥൻ. ദൃശ്യങ്ങൾ കാണിച്ചുകൊണ്ട് അദ്ദേഹം സംസാരിക്കുകയാണ്. അപ്പോൾ എനിക്ക് പരിക്കേറ്റിട്ടില്ല, എനിക്കൊന്നും നടന്നിട്ടില്ല എന്നൊക്കെ പ്രചരണം നടത്തിയിരുന്ന ആളുകൾ അവരെ തിരിച്ചറിയുന്ന അവിടുത്തെ DYSP എന്നെ ചോദിക്കുന്നു, എന്തൊക്കെയാ സ്ഥിതി, MP അഡ്മിറ്റ് ആയോ? അപ്പൊ അത് എത്ര പ്ലാൻഡ് ആയിരുന്നു നിങ്ങൾ ആലോചിച്ച് നോക്കുക, എത്ര പ്ലാൻഡ് ആയിരുന്നു എന്നുള്ളത്. അവിടെ പോലീസ് സംഘർഷം ഇല്ലാതാക്കാനല്ല ശ്രമിച്ചത്. എന്നോട് അവിടുത്തെ DYSP പറഞ്ഞത്, പ്രകടനത്തിന് പെർമിഷൻ ഉണ്ടെങ്കിലും അപ്പുറത്തേക്ക് പോയ അവിടെ 19 CPM-കാർ തടിച്ചുകൂടി നിൽക്കുന്നുണ്ട്, അവരെന്താ ചെയ്യാന്ന് പറയാൻ പറ്റൂല, അതുകൊണ്ട് ഈ പ്രകടനം നിർത്തി പോകണം എന്നുള്ളത്. അവരുടെ കയ്യിൽ ആയുധമുണ്ട്. ബിൽഡിങ്ങിന്റെ മേലെന്നൊക്കെ എന്നോട് നേരിട്ട് പറയാം, ബിൽഡിങ്ങിന്റെ മേലെന്നൊക്കെ എന്താ അവർ ചെയ്യാന്ന് പറയാൻ പറ്റില്ല എന്നൊരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്നോട് വന്നിട്ട്, DYSP റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ എന്നോട് വന്നിട്ട് പറയാം, DCC പ്രസിഡന്റോട്. അതുകൊണ്ടാണ് അത്ര ഞങ്ങളുടെ പ്രകടനം അനുവദിക്കാത്തത്. അപ്പൊ അവിടെയുള്ള ഈ പോലീസുകാരെല്ലാവരും ഇപ്പുറത്തുള്ള പോലീസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ 700 ആളോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ ആളുകളോ അവരെ തടയുന്നതിന് പകരം ആയുധം ഉണ്ടെന്ന് അവർ പറയുന്ന, അക്രമം നടത്തുമെന്ന് അവർ പറയുന്ന CPM പ്രവർത്തകരെ അവിടെ നിന്ന് പിരിച്ചുവിടാനല്ലേ ശ്രമിക്കേണ്ടത്? അവിടെ ഒറ്റ CPM-കാരുണ്ടായിരുന്നില്ല എന്നൊക്കെ ചില ഭരണവിലാസം യുവജന സംഘടനകളുടെ ആളുകൾ വലിയ വായിൽ കരയുന്നൊക്കെ നമ്മൾ കേട്ടു. പക്ഷെ പോലീസിന്റെ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, പോലീസ് ഞങ്ങളോട് പറഞ്ഞ കാര്യങ്ങളുണ്ട്. അത് നിങ്ങൾ ആലോചിച്ച് നോക്കുക. FIR-ൽ അതിനകത്ത് എഴുതിയിട്ടുണ്ട് അവരുടെ പ്രകടനത്തെ സംബന്ധിച്ച്. നിങ്ങൾ ആലോചിക്കുക. ഇനി അടിച്ച പോലീസുകാരൻ ആരാണ്? നിങ്ങൾ ഒരാൾ ഫുൾ സ്ലീവ് മടക്കി വെച്ചിട്ട് ഒരു പോലീസുകാരൻ അടിക്കുന്നത് നിങ്ങൾ കണ്ടു, അതിന്റെ പുറകിലെ വിഷ്വൽ നിങ്ങൾ കണ്ടു, അതിന്റെ ഹെൽമെറ്റിന്റെ കളർ നിങ്ങൾ കണ്ടു, നിങ്ങൾക്ക് അയച്ച വീഡിയോയിലുണ്ട്. ഇനി അതിന്റെ ഫ്രണ്ട് വിഷ്വൽ, നേരത്തെ അടിച്ചതിന്റെ ഫ്രണ്ട് വിഷ്വലും നേരത്തെ മർദ്ദനത്തിന്റെ ദൃശ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ നിങ്ങൾക്ക് അയച്ചു തന്നിട്ട് ഗ്രൂപ്പിൽ ഒന്നും കൂടി അയക്കാം. ആ പോലീസുകാരനെ സൂം ചെയ്യുമ്പോൾ കാണുന്നത് ഈ മുഖമാണ്. ഈ മുഖമാണ് ആ പോലീസുകാരനെ സൂം ചെയ്യുമ്പോൾ കാണുന്നത്. നിങ്ങളുടെ ഫോണുകളിലേക്ക് അതിന്റെ വീഡിയോയും മറ്റു ഡീറ്റെയിൽസും എല്ലാം അയച്ചു തരാം. ഇനി ഇതിന്റെ ഒരു കാര്യം നിങ്ങൾ ആലോചിക്കാം. ഞാൻ രണ്ടാമത് പോലീസിന്റെ അടുത്ത് ചെന്നിട്ട് അതിന്റെ ഫ്രണ്ടില് ഞാനും DCC പ്രസിഡന്റ്, ഞാൻ പ്രവർത്തകരോട് പറഞ്ഞു, ഒരാളും പ്രൊവോക്ഡ് ആവരുത്. അപ്പൊ നിങ്ങളെ അടിച്ചു, MP അടിച്ചു, ഞാൻ പറഞ്ഞു അത് നമുക്ക് ലീഗലി അത് കൈകാര്യം ചെയ്യാൻ സാധിക്കും, നിങ്ങളൊരാളും പ്രൊവോക്ഡ് ആവരുത്. ഞാൻ അപ്പോഴും രണ്ടാമത് പരിക്കേറ്റ് നിൽക്കുമ്പോഴും ഞാൻ അതാണ് അവരോട് പറഞ്ഞു, നിങ്ങൾ പ്രൊവോക്ഡ് ആവരുത്, ഇത് ലീഗലി കൈകാര്യം ചെയ്യാൻ നമുക്ക് സാധിക്കും, ജനങ്ങളുടെ മുമ്പിൽ ഇത് എക്സ്പോസ് ചെയ്യാൻ നമുക്ക് സാധിക്കും, അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും പോയി സംസാരിക്കാം, നിങ്ങൾ ഇവിടെ നിൽക്കണം എന്ന് പറഞ്ഞ് പ്രവർത്തകരെ മാറ്റി നിർത്തിയിട്ട് ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ ഈ മുൻനിരയിൽ നിൽക്കുന്ന ഒരുത്തനോട് ഞാൻ ചോദിച്ചു, താനല്ലേ എന്നെ മർദ്ദിച്ചതെന്ന് ഞാൻ അവിടെ ചോദിച്ചപ്പോൾ അയാൾ അപ്പം എത്ര ആളുകളുടെ ഇടയിൽ എന്നോട് പറഞ്ഞു, ഞാൻ ഇതിന്റെ മുമ്പിൽ ഉണ്ടായിട്ടേ ഇല്ല സാറേ, ഞാൻ ബാക്കിലാണ് നിന്നിരുന്നെന്നുള്ളത്. പിന്നെ ഞാൻ വിഷ്വൽ പരിശോധിക്കുമ്പോഴും മുഖം കാണുമ്പോഴും ഞാൻ ആ ചോദിച്ച വ്യക്തി തന്നെയാണ് മുമ്പിൽ ഉണ്ടായിരുന്നതും മർദ്ദിച്ചതും അതിന് നേതൃത്വം നൽകിയതും എന്നുള്ളത്. അതിന്റെ വിഷ്വലും ഞാൻ നിങ്ങൾക്ക് അയച്ചിട്ടുണ്ട്. അപ്പൊ ആരാണ് അടിച്ചതെന്ന് കണ്ടെത്താൻ പിണറായി വിജയൻ സർക്കാരിന്റെ പണിയെടുക്കാത്ത AI ടൂളിന്റെ ആവശ്യമൊന്നുമില്ല. 6 ഇഞ്ച് മൊബൈൽ സ്ക്രീനിൽ ആ വീഡിയോ 4 വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു നോക്കുമ്പോൾ ഇത് അതിന്റെ ഫ്രണ്ട് വിഷ്വൽ നിങ്ങൾ കാണുക, അയാൾ മർദ്ദിക്കുന്നതിന്റെ ഫ്രണ്ട് വിഷ്വൽ. ഈ മർദ്ദിക്കുന്നത്. ഇനി മർദ്ദിക്കുന്ന ഉദ്യോഗസ്ഥൻ ആരാണെന്നുള്ളൊരു അന്വേഷണം ഞങ്ങൾ നടത്തി. മർദ്ദിക്കുന്ന ഉദ്യോഗസ്ഥൻ ആരാണെന്നുള്ളൊരു അന്വേഷണം ഞങ്ങൾ നടത്തുമ്പോഴാണ് ഇത് ബോധപൂർവമാണ് എന്നുള്ളത് ഞങ്ങൾക്ക് ഒന്നും കൂടെ വെളിപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇത് ഇന്ത്യൻ എക്സ്പ്രസിൽ തിരുവനന്തപുരത്ത് കേരളത്തിൽ വന്ന ഒരു വാർത്തയാണ്. ഇത് എല്ലാ മാധ്യമങ്ങളും, അതിൻ്റെ ഒരു വീഡിയോ എടുത്ത്, എല്ലാ മാധ്യമങ്ങളും 2023 ജനുവരി മാസത്തിൽ റിപ്പോർട്ട് ചെയ്ത ഒരു വാർത്തയാണ്. ഈ ഉദ്യോഗസ്ഥൻ ഉൾപ്പെടെയുള്ള ആളുകളെ മാഫിയ ബന്ധത്തിന്റെ പേരിൽ ജനുവരി 16 പോലീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതായിട്ടുള്ള വാർത്തകളും അതിൻ്റെ ഓർഡറും നിങ്ങൾക്ക് ഞങ്ങൾ കാണിച്ചു തരാം, നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക് ഞങ്ങൾ ഷെയർ ചെയ്യാം. 2-3 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യുന്നു 2023 ജനുവരി 16. ആ വാർത്ത
2023 ജനുവരി 19 3 പോലീസുകാരെ പിരിച്ചുവിട്ടു എന്നുള്ള വാർത്തയാണ്. അഭിലാഷ് ഡേവിഡ്, പോലീസ് ഡ്രൈവർ ഷെറി എസ് രാജ്, ട്രാഫിക് സ്റ്റേഷനിലെ പോലീസുകാരൻ റെജി ഡേവിഡ് എന്നിവരെയാണ് ഇപ്പോൾ സിറ്റി പോലീസ് കമ്മീഷണർ പിരിച്ചുവിട്ടുകൊണ്ട് ഉത്തരവിറക്കിയിരിക്കുന്നത്. ഇതിൽ CA ആയ അഭിലാഷ് ഡേവിഡ് ഇപ്പോൾ നിലവിൽ റെയിൽവേ പോലീസ് CA ആയിരുന്നു. ഗുണ്ടാബന്ധത്തിന്റെ പേരിൽ ഇപ്പോൾ സസ്പെൻഷനിലാണ്. CA അഭിലാഷ് ഡേവിഡ് ശ്രീകാര്യം SHO ആയിരിക്കുമ്പോൾ ലൈംഗിക പീഡന കേസിൽ അന്വേഷണത്തിൽ വീഴ്ച വരുത്തി എന്നുള്ള ആരോപണം, ആ ആരോപണത്തിന്റെ പേരിലാണ് ഇപ്പോൾ സേനയിൽ നിന്ന് നീക്കം ചെയ്തിരിക്കുന്നത്. ബന്ധപ്പെട്ട് 3 പോലീസുകാരെ പിരിച്ചുവിട്ടു. ഇൻസ്പെക്ടർ അഭിലാഷ് ഡേവിഡ്, ഡ്രൈവർ ഷെറി എസ് രാജ്, CPO റെജി ഡേവിസ് എന്നിവർക്കെതിരെയാണ് നടപടി. നിങ്ങൾ ആലോചിക്കുക, ഈ പിരിച്ചുവിട്ട ഗുണ്ടാബന്ധത്തിന്റെ പേരിലും ഗുരുതരമായ കേസുകൾ ഒതുക്കി തീർത്തതിന്റെ പേരിലും ആദ്യം സസ്പെൻഡ് ചെയ്യപ്പെട്ട, പിരിച്ചുവിട്ടു എന്ന് ടൈംസിന്റെ ഇതിന്റെയൊക്കെ വാർത്ത, പിന്നെ സസ്പെൻഡ് ചെയ്യപ്പെട്ടത് ഇന്ത്യൻ എക്സ്പ്രസിലെ വാർത്ത. ഈ പറയുന്ന റെയിൽവേ പോലീസ് ഇൻസ്പെക്ടർ അഭിലാഷ് ഡേവിഡ് under suspension for being in touch with land mafia was dismissed over lapse in a rape case while he was posted as inspector at Srigaryam station. പിരിച്ചുവിട്ടുന്ന ഇന്ത്യൻ എക്സ്പ്രസിലെ 3 പോലീസുകാരെ പിരിച്ചുവിട്ടുന്ന കേരളത്തിലെ എല്ലാ ദൃശ്യമാധ്യമങ്ങളും, ഇത് 24-ലും മാതൃഭൂമിയും ഏഷ്യാനെറ്റും മനോരമയും മറ്റെല്ലാ ചാനലുകളും ന്യൂസ് 8-നും പ്രിന്റ് മീഡിയയും എല്ലാവരും തിരുവനന്തപുരത്ത് 3 പോലീസുകാരെ പിരിച്ചുവിട്ടു എന്ന വാർത്തയാണ്. ഇനി ടൈംസ് ഓഫ് ഇന്ത്യയിൽ ഉൾപ്പെടെ ഇത് പിരിച്ചുവിട്ടു എന്നുള്ള വാർത്ത. ഇപ്പൊ കഴിഞ്ഞ ദിവസം വിവരാവകാശ പ്രകാരം ഒരു വാർത്ത പുറത്തു നിങ്ങൾ കണ്ടു. പിരിച്ചുവിട്ട പോലീസുകാരുടെ ഡീറ്റെയിൽ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ ഇല്ല എന്നുള്ള മറുപടിയാണ് വിവരാവകാശ പ്രകാരം കൊടുക്കുന്നത്. വിവരാവകാശത്തിന്റെ കോപ്പി നിങ്ങൾക്ക് അയച്ചു തരും. എന്തുകൊണ്ടാണ് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ ഇല്ലാത്തതെന്ന് അറിയോ? പിരിച്ചുവിട്ടു എന്ന് മാധ്യമങ്ങളോട് പറയാ, പിരിച്ചുവിട്ടു എന്ന് നിയമസഭയിൽ പറയാ, വലിയ ശുദ്ധീകരണ കലശം നടത്തിയെന്ന് അവകാശവാദം ഉന്നയിക്കുക, എന്നിട്ട് രഹസ്യമായി അവരെ സർവീസിൽ റീഇൻസ്റ്റേറ്റ് ചെയ്തിട്ട് CPM പറയുന്ന ഗുണ്ടാപ്പണിക്ക് അവരെ നിയോഗിക്കുക. CI അഭിലാഷ് ഡേവിഡ് എന്ന CPM-ന്റെ പോലീസ് ഗുണ്ടയാണ് ഈ പേരാമ്പ്രയിലെ അക്രമത്തിന് നേതൃത്വം നൽകിയത് എന്നുള്ളത് ദൃശ്യങ്ങൾ സഹിതം കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അഭിലാഷ് ഡേവിഡ് വടകര കൺട്രോൾ റൂമിലെ CI ആണ് എന്നുള്ളതാണ് ഇപ്പോഴത്തെ പോസ്റ്റിങ്ങിന്റെ വിവരം. വെബ്സൈറ്റിൽ നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഫോട്ടോ പോസ്റ്റിങ്ങിന്റെ താഴെ കാണുന്നില്ല. ഫോട്ടോയുടെ കോളം ബ്ലാങ്കാണ്. പിരിച്ചുവിട്ടു എന്നുള്ളതാണ് പത്രമാധ്യമങ്ങൾ മുഴുവൻ റിപ്പോർട്ട് ചെയ്തത്. പക്ഷെ പിരിച്ചുവിട്ടതിന്റെ ഓർഡർ നോക്കുമ്പോൾ കാണുന്നില്ല. സസ്പെൻഷന്റെ ഓർഡർ കാണുന്നുണ്ട്. ഇനി ആ സസ്പെൻഷൻ കഴിഞ്ഞിട്ട് റിവോക്ക് ചെയ്യുന്ന കാര്യത്തിൽ പോലും കൂടെ ഉണ്ടായിരുന്ന ആളുകളെ റിവോക്ക് ചെയ്തതിന്റെ ഓർഡർ ഈസിലി അവൈലബിൾ ആണ്. ഇയാളെ തിരിച്ചെടുത്തതിന്റെ ഓർഡർ കിട്ടാനും പാടാണ്. കൂടുതൽ കാര്യങ്ങൾ അന്വേഷിക്കുമ്പോൾ പഴയ SFI ബന്ധം എന്ന് മാത്രമല്ല, വഞ്ചൂർ ഏരിയ കമ്മിറ്റി ഓഫീസിലെ നിത്യ സന്ദർശകൻ, സസ്പെൻഷൻ പീരീഡിൽ സമയം കൊല്ലുന്നതിന് നിരന്തരം ഏരിയ കമ്മിറ്റി ഓഫീസ് സന്ദർശിച്ചിരുന്ന ഒരാൾ, ഏരിയ കമ്മിറ്റി ഓഫീസിലെ നിരന്തര സന്ദർശനത്തിൽ മേലുദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള ആളുകൾ അതൃപ്തി പ്രകടിപ്പിച്ച ഒരാൾ, അങ്ങനെയുള്ള ഒരാളെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് ഒരു പ്രൊവോക്കേഷനും ഇല്ലാത്ത ഒരു സമരത്തിൽ ഞങ്ങൾക്ക് നേരെ അക്രമം അഴിച്ചുവിടാനും മൂക്ക് തല്ലിപ്പൊളിക്കാനും തലക്കടിക്കാനും നേരെ ആളുകൾക്ക് നേരെ ഗ്രനേഡ് കഴിഞ്ഞിട്ട് കൊല്ലാൻ ശ്രമിക്കാനും ഒക്കെ പോലീസ് ശ്രമിക്കുന്നതിന്റെ പിന്നിലെ കാരണം അതാണ്. കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ ഒന്നും കൂടെ പറയുന്നത്, CPM-ന് വേണ്ടി ഗുണ്ടാപ്പണി എടുക്കുന്നവർ പുറത്തുമുണ്ട്, പോലീസിനകത്തുമുണ്ട്. ഇപ്പൊ പോലീസിനകത്ത് ഈ ഗുണ്ടകളാണ് പോലീസിന് നേതൃത്വം നൽകുന്നത്. ഇവരെ സംരക്ഷിക്കുകയാണ്. പുറത്തെ ഗുണ്ടകളെയും അകത്തെ ഗുണ്ടകളെയും സംരക്ഷകനായ കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി, അവരുടെ രക്ഷാധികാരി കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രിയാണ്. ഞാൻ അത്ഭുതപ്പെട്ടിരുന്നു, പോലീസും ഞങ്ങളും തമ്മിലുള്ള ഒരു സമരത്തിന്റെ സംഘർഷത്തിൽ CPM എന്തിനാ റാലി നടത്തുന്നത്? ഞങ്ങൾ അവിടെ പോയി പ്രസംഗിച്ച പാറക്കൽ ഉൾപ്പെടെയുള്ള പ്രവീണൻ ഉൾപ്പെടെയുള്ള KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ പ്രസംഗിച്ചത് പോലീസിന്റെ വീഴ്ചകളെ പറ്റിയാണ്, പോലീസിനെതിരായിട്ടാണ്. പിറ്റേ ദിവസം റാലി നടത്തിയിട്ട് EP ജയരാജനെ പോലെ ആളുകൾ കൊണ്ടുവന്നിട്ട് ഇപ്പൊ മൂക്കിന്റെ പാലേ പോയിട്ടുള്ളൂ, കയ്യൂക്കുള്ള ആളുകൾ, പോലീസും ഞങ്ങളും തമ്മിലുണ്ടായിട്ടുള്ള ഒരു സമരത്തിനിടെ ഉണ്ടായിട്ടുള്ള സംഘർഷത്തിന്റെ പുറത്ത് CPM റാലി നടത്തിയിട്ട് പ്രവർത്തകരോട് ബാക്കി അക്രമത്തിന് ആഹ്വാനം ചെയ്യുന്നതിന്റെ റീസൺ എന്താ?
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.